ഇന്നത്തെ പരിപാടി നമ്മളിവിടെ ഒരു പോളണ്ടിലെ ഷിലോണഗുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടിൽ ഫോറസ്റ്റിൽ ഹണ്ടിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്, ടു ഗോ ഭാഗത്താണ്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ മാറി ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഡ്രൈവ് ചെയ്ത് ഇതൊരു പുഴയാണ്, ഈ പോകുന്നതൊരു പുഴയാണ്. ആ പുഴയുടെ ഈ പോയിന്റിൽ നമ്മൾ വരും. ഫസ്റ്റ് വണ്ടി ഇവിടെ ഇട്ടിട്ട് രണ്ടാമത്തെ വണ്ടിയായിട്ട് ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഷമക് എന്ന് പറയുന്ന ഒരു അങ്കിളുടെ വീട്ടിലാണ്. ഇവിടെ പുള്ളിക്കാരൻ ഹണ്ടിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ള കൊന്നിട്ടുള്ള മൃഗങ്ങളുടെ തോലൊക്കെ ഇടും. റാക്കൂൺ എന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ തോലാണിത്. പുള്ളിയുടെ വീട്ടിലുള്ള തോക്കുകളാണിത്. ഇതാണ് തോക്ക്, ഒരു തോക്കാണിത്. ചെറിയ എയർഗൺ പോലത്തെ ഇതാണ്. ഷോർട്ട് റേഞ്ചിൽ വെടിവെക്കാൻ 150 മീറ്റർ വരെയൊക്കെയുള്ള ലെങ്ത്തിൽ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഗണ്ണാണിത്. പിന്നെ ഉള്ളത് ഇതാണ്. ഇത് ഇച്ചിരി ലോങ് റേഞ്ച് ആയിട്ടുള്ള 1 കിലോമീറ്റർ വരെയൊക്കെ നീളത്തിൽ കാട്ടുപന്നീനെയൊക്കെ വെടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. അപ്പോൾ ഇതിൽ നമ്മളിന്ന് രണ്ടും കൊണ്ടുപോകും. നമുക്കിന്ന് ഏതാണോ കിട്ടുന്നത് അതിനെ നമ്മളിന്ന് കാച്ചാണ്. അതാണ് ഇന്നത്തെ പരിപാടി. ഇതാണ് നമ്മുടെ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന തെർമൽ വിഷനാണ്. ഈ പെട്ടീനെ ഇതിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ പുറത്ത് രാത്രിയൊക്കെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ വന്യമൃഗങ്ങളെ കാണാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണിത്. ഹിക് മൈക്രോ. ഈ പോകുന്ന പുള്ളിയുടെ കൂടെയാണ് നമ്മളിന്ന് ഹണ്ടിങ്ങിനായിട്ട് പോകുന്നത്. പുള്ളിയുടെ വീടിൻ്റെ ബാക്ക് യാർഡ് സ്ഥലങ്ങളാണത്. ഓക്കെ, ആൾ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എനിക്കിത് വെള്ളം ബോട്ടിലൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവരുടെ ഒരു ക്യാരവാനാണ് ഈ സൈഡിൽ കാണുന്നത്. ഇവിടെ വീക്കെൻഡ്സിലൊക്കെ ഇവർ പോയി ക്യാരവാനും കൊണ്ട് പോയി കച്ചവടമൊക്കെ നടത്തുന്ന ആളുകളാണ്. ഫയർവുഡ് വെച്ചിട്ടുണ്ട്, രാത്രി ഫയർവുഡ്. It's slippery. Yeah. Okay. സോ പുള്ളി ഈ വണ്ടിയിൽ വരും. നമ്മൾ നേരെ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഒരു ക്യാഡിയുടെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. കാറിനകത്ത് കയറി ഗൈസ്. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തു. മുമ്പിൽ ഷമക്കങ്ങൾ മുമ്പിൽ പോകുന്നുണ്ട്, നമ്മൾ കാറുമായിട്ട് പുറകിൽ പോകുന്നുണ്ട്. പുള്ളിയുടെ വണ്ടിയുടെ അകത്ത് കുറേ എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2 വണ്ടിയായിട്ട് പോകുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ടീമായിട്ട് പോവുകയാണ് ചെയ്യുക. പോളണ്ടിലെ ഒരു ഗ്രാമ വഴിയിലേക്കിടെ ആട്ടകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറച്ച് കുഴിയും കട്ടറൊക്കെ ഉള്ള റോഡാണ്. പോളണ്ടിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ റോഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപൂർവമാണ്. എന്നിരുന്നാലും ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ബിൽട്ടപ്പ് ഏരിയ ആയിട്ട് മാറിയിട്ടില്ല. ബിൽട്ടപ്പ് ഏരിയ ആയിട്ട് മാറിയാലാണ് അധികവും കൺസ്ട്രക്ഷനൊക്കെ പ്രോപ്പറായി റോഡുകളുടെ പണികളും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടക്കുകയുള്ളൂ. മൺപാത കഴിഞ്ഞു കേട്ടോ. മൺപാത കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയ ടാറിട്ട റോഡിലേക്ക് കയറി. ചെറിയ ടാറിട്ട റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളി വണ്ടി നിർത്തി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. രാത്രി ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പുള്ളിയുടെ നൈറ്റ് വിഷൻ ക്യാമറയിലാണെന്നുള്ളിൽ നോക്കിക്കൊണ്ടിരിക്കണേ. എന്തെങ്കിലും പറ്റിയ സ്ഥലമാണോ, എന്തെങ്കിലും വേട്ടയാടാൻ പറ്റിയ മൃഗങ്ങളുണ്ടോ എന്നൊക്കെയാണ് പുള്ളി ശ്രദ്ധിക്കണത്. ആ മറ്റേ ഞാൻ ആദ്യം കാണിച്ച റക്കൂൺ എന്ന് പറയുന്ന ആ മൃഗം
അത് മരങ്ങളിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ.